എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എൻ്റെ ഫ്രണ്ട് ആൻസിക്ക് ഒരു കിൻഡർ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പം അവൾ എന്നെ ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ കിഡ്സ് ഫെസ്റ്റ് നടക്കുക, അപ്പോൾ കൊച്ചു മക്കൾക്ക് അവിടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനും ഡാൻസിൻ്റെ കോമ്പറ്റീഷനും ഉണ്ട്, അപ്പോൾ ജഡ്ജായിട്ട് ചെല്ലാവോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു, അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ, ഞാൻ കുഞ്ഞു മക്കളെയൊക്കെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരാ, ഞാനൊരു സാധാരണക്കാരി, ഡാൻസ് ആസ്വദിക്കും എന്നല്ലാതെ ഞാനൊരു ജഡ്ജ് ചെയ്യാനായിട്ട് ഒട്ടും പ്രാപ്തിയായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് നിർബന്ധം ഞാൻ തന്നെ ചെന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് കിട്ടിയ പൂച്ചട്ടിയാണ് ഇത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. വേറെ ഒന്നുമല്ല, എന്തോ ഒരു വലിയ കാര്യം നടന്ന പോലെ എൻ്റെ മനസ്സിൽ. എനിക്കൊരു ചെറിയ കാര്യമായാലും ഭയങ്കര ഹാപ്പി ആവുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എനിക്ക് എന്തെന്നില്ലാത്ത ഹാപ്പിനെസ്സായി. ഞാൻ പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും 3:30 മണിയായേ. സമയം പോയതേ അറിഞ്ഞില്ല. രാവിലെ പോയതായിരുന്നു. അപ്പോൾ മോളാണെങ്കിൽ വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരും. എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കരുതി അവൽ വിളയിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മാമ്മ ഉണ്ടാക്കി തരാറുള്ളൊരു 4 മണി പലഹാരമാണ് അവൽ വിളയിച്ചത്. എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും അത് കാണും. സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഞാൻ ചോദിക്കും, എന്താ അമ്മാമ്മ ഇന്ന് കഴിക്കാൻ? അപ്പോൾ പറയും, കുപ്പിഭരണിയിൽ അവൽ വിളയിച്ചിരിപ്പുണ്ട്, ഗായത്രി എടുത്ത് കഴിക്കി എന്ന്. പോരാഞ്ഞതിന് ഞാനൊരു മധുരപ്രിയ ആയതുകൊണ്ടേ അതെപ്പോഴൊക്കെ തന്നാൽ പോലും ഞാൻ മടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു 4 മണി പലഹാരമാണ്. ഞാനിവിടെ ഏത്തപ്പഴം ചെറുതായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തു. അതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേ. ഇനി 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിച്ചതല്ല എങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തത് കാഷ്യൂനട്ടും ബദാമും ഉണക്കമുന്തിരിങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് പൊട്ടുകടലയും നിലക്കടലയൊക്കെ ചേർക്കാം, നല്ലതാണ്. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ചുമന്ന അവലില്ലേ, അതാണേ വേണ്ടത്, വെള്ള അവലല്ല. അത് നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയരുത്, ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്യല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കത് കോരി മാറ്റിയിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. എള്ള് കാരണം ഈ അവൽ വിളയിച്ചത് കഴിക്കുമ്പോൾ ഈ എള്ളൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അതിലേക്ക് എള്ളിട്ട് കൊടുക്കണം. എള്ളൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 സ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതൊന്നിങ്ങനെ പതഞ്ഞ് വരുവേ. അന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് വെച്ചിരുന്ന അവൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ശർക്കരയും എള്ളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഏത്തപ്പഴം ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ടല്ലോ നെയ്യിലും തേങ്ങയിലും ഒക്കെ ഇട്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ അവലിലേക്ക് ഈ ശർക്കരയും പഴവും എല്ലാം കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ അവൽ വിളയിച്ച് ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വേണം, കാരണം കരിഞ്ഞു പോകരുത്. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മോൾക്കാണെങ്കിൽ നെയ്യ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ അളവിന് ഒഴിച്ചാൽ മതി. നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അങ്ങനെ നല്ല റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നട്ട്സൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയി കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണ്ട കേട്ടോ. 3-4-5 ദിവസം സുഖമായിട്ട് പുറത്തിരിക്കും. ഒരു നനവില്ലാത്ത കുപ്പിയിൽ ഇട്ട് വെച്ചാൽ മതിയേ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ചായ ഇട്ടിട്ട് ഈ അവൽ വിളയിച്ചതും കഴിക്കാനായിട്ട് ബാൽക്കണിയുടെ അങ്ങോട്ട് പോയി. അപ്പോൾ വിചാരിച്ചു ഒരു റീലെടുക്കാമെന്ന്. ഉടനെ എന്തൊക്കെയോ ഞാൻ അവിടെ ഇരുന്ന് കാണിക്കുന്നത് കേട്ടോ. ഒന്നും ശരിയാവുന്നൊന്നുമില്ല. ഈ റീലെടുത്ത് തരുന്ന മോളാണേ. മോൾ എൻ്റെ അടുത്ത് പറയുന്ന, അമ്മ ഇത് ശരിയായില്ല, അത് ശരിയായില്ല എന്ന്. പക്ഷെ ഞാനെന്തോ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാനങ്ങ് എടുത്തു. ഇതിനകത്ത് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചാട്ടോ പാട്ട് ആഡ് ചെയ്യാത്തേ. നമ്മുടെ മനസ്സിന് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് നമ്മൾ ചെയ്യുക. ഞാൻ പഠിച്ച പാഠം അതാണ്. അല്ലാതെ റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, നെയ്ബേഴ്സ് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് എന്താണോ സന്തോഷം കിട്ടുക അത് ചെയ്യുക. അപ്പം
എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ. ഈ വീഡിയോയിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണേ. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതിനൊക്കെ പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ആകുമ്പോൾ കറക്റ്റ് ചെയ്യാം കേട്ടോ.